അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമളാനു ശരീഫിലെ രാവിലും പകലിലും നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ള മാസങ്ങളിൽ, മറ്റുള്ള ദിവസങ്ങളിൽ രാത്രിയിലും പകലിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഹലാലായാൽ പോലും അതിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോകുമോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതും ഉണ്ടാകുമോ എന്ന് ഓർത്ത് അതിനെയൊക്കെ മാറ്റിവെക്കുകയാണ് അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുള്ള മുഅ്മിൻ ചെയ്യേണ്ടത്. വളരെ വേദനയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ഹയാ, ലജ്ജ, നാണം, മാനം എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും എടുത്തുപോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ട സ്ത്രീകളാവട്ടെ പുരുഷന്മാരെക്കാൾ അധപ്പതിച്ചു പോയി എന്ന് പറഞ്ഞാൽ മോശമാകൂല, തെറ്റാകൂല. ഇന്നിൻ്റെ രാത്രികളിൽ തറാവീഹൊക്കെ കഴിഞ്ഞ് നാം ഒന്ന് നടന്നു നോക്കിയാൽ, സഞ്ചരിച്ചു നോക്കിയാൽ ഔറത്ത് മറച്ചതും മറക്കാത്തതുമായ ഒരുപാട് സഹോദരിമാർ വിശുദ്ധ റമളാനു ശരീഫിൻ്റെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതുമായ വസ്തുക്കൾ തിന്നുകൊണ്ട് ആണുങ്ങളോടും മറ്റുള്ളവരോടും ചിരിച്ചും കളിച്ചും രവിച്ചും സുഖിച്ചും ജീവിച്ച് എന്തോ ഒരു മനുഷ്യകോലമായിട്ട് അധപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഒക്കെയുള്ളത്. ഈ സന്ദർഭത്തിൽ പടച്ചറബിൻ്റെ ശാപത്തിനെ നാം പേടിക്കണം. ശാപം കിട്ടുമെന്ന് പറയുകയും ദുആ ചെയ്യുകയും ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് ശാപമുണ്ടാവണമെന്ന് ജിബ്രീലിൻ്റെ ദുആക്ക്, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞത് മഹാനായ മുത്തുനബിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ റമളാനു ശരീഫിൻ്റെ 22-ാമത്തെ രാവിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഒരു മനപ്രയാസവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ അന്ത്യനാളിൽ അവൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പാലായനം ചെയ്യും. ഒരു വിഷമവും അവനുണ്ടാവുകയില്ല. വല്ലാത്ത മനപ്രയാസത്തിൽ നിൽക്കുന്ന ദീനിൻ്റെ അത്താണികളായ നമ്മുടെ മദ്രസയുടെയും പള്ളിയുടെയൊക്കെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രവാസികൾ ഇന്ന് വിഷമത്തിലാണ്. ഇന്നത്തെ തറാവീഹിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.